ഡോക്ടർക്കൊരു സംശയം. പക്ഷേ എന്താണെന്ന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് മനസ്സിലായി. പക്ഷെ അത് എത്ര ശതമാനമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഡോക്ടർ 10 ദിവസത്തെ ഗുളികയും കൊടുത്തിട്ട് ഈ പയ്യനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്റെ അടുത്ത് വന്നു വല്ലാത്ത സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനസ്സിനൊരു സമാധാനം കിട്ടാൻ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്ത് ഏർവാടി പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഏർവാടിയിൽ പോയി സിയാറത്തെല്ലാം കഴിഞ്ഞു മടങ്ങി വന്നു. ഞാൻ പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാ, നിനക്ക് ബ്രെയിൻ ട്യൂമറാ. ഞാൻ ആ ഉമ്മയോടും ആ മകനോടും പറഞ്ഞു, നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ്, പേടിക്കൊന്നും വേണ്ട. പക്ഷെ അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരൽപ്പം പോലും അണുക്കൾ എന്റെ ശരീരത്തിലില്ല. നിയത്ത് ചെയ്യണം, ഒരു പള്ളി കെട്ടിക്കൊടുക്കാമെന്ന്, ഒരു ചെറിയ മസ്ജിദ് കെട്ടിക്കൊടുക്കാം. അള്ളാഹു ഈ രോഗം മാറ്റിത്തന്നാൽ ഞാനൊരു ചെറിയ മസ്ജിദ് കെട്ടിക്കൊടുക്കാമെന്ന് നിയത്ത് ചെയ്യാൻ പറഞ്ഞു. മാറിയ കെട്ടിക്കൊടുത്താൽ മതിയെന്ന്. 13 ദിവസം കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്തു.